ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ട് BSNL. രാജ്യത്ത് 4G ടവറുകളുടെ എണ്ണം 75,000 കടന്നു. പരമാവധി വേഗത്തിൽ 1 ലക്ഷം സൈറ്റുകളിൽ 4G എത്തിക്കാനാണ് കമ്പനിയുടെ ശ്രമം. ദീപാവലിക്ക് 50,000 4G സൈറ്റുകൾ എന്ന പ്രഖ്യാപനം ലക്ഷ്യത്തിലെത്തിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ 75,000 4G ടവറുകൾ സ്ഥാപിച്ചുകൊണ്ട് മറ്റൊരു നേട്ടം കൂടി BSNL സ്വന്തമാക്കിയത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി 4G വ്യാപനം അതിവേഗം പുരോഗമിക്കുകയാണ്. രാജസ്ഥാനിൽ പുതിയ 350 4G സൈറ്റുകൾ സ്ഥാപിച്ചു. ഇതോടെ രാജസ്ഥാനിലെ ആകെ BSNL 4G ടവറുകളുടെ എണ്ണം 2,767 ഇവ ഓൺ എയർ സൈറ്റുകളാണ്. TCSന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യമാണ് BSNL 4G വ്യാപനത്തിന് നേതൃത്വം നൽകുന്നത്. 2025 മെയ് ജൂൺ കാലയളവിൽ 1 ലക്ഷം 4G സൈറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് BSNL എത്തുമെന്ന് അധികൃതർ പറഞ്ഞു. ഇതിനുശേഷം ജൂലൈ മുതൽ 5G സേവനങ്ങൾ ആരംഭിക്കാനും BSNL തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഡൽഹിയിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 5Gയുടെ പരീക്ഷണം ഒന്നിലധികം വെണ്ടർമാരുമായി ചേർന്ന BSNL നടത്തിവരികയാണ്. ഇതിനു പുറമെ സിം സേവനങ്ങൾ ഉടൻ തന്നെ BSNL ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റീൽസ് വീഡിയോകളുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള പുതിയ അപ്ഡേറ്റുകൾ പ്രഖ്യാപിച്ച് ഇൻസ്റ്റഗ്രാം. റീൽസിന്റെ ദൈർഘ്യം 3 മിനിറ്റായാണ് ഉയർത്തിയത്. ഇൻസ്റ്റഗ്രാം മേധാവി ആദം വസരിയാണ് പുതിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. റീൽസ് ആരാധകരുടെയും ക്രിയേറ്റർമാരുടെയും പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. റീൽസുകളുടെ സമയപരിമിതിയായിരുന്നു ക്രിയേറ്റർമാരുടെ പ്രധാന വെല്ലുവിളി. എന്നാൽ 90 സെക്കൻഡ് വരെയുള്ള വീഡിയോകളുടെ ദൈർഘ്യം 3 മിനിറ്റ് വരെ ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. യൂട്യൂബ് ഷോർട്സിന്റെ സമാനമായ വീഡിയോ ദൈർഘ്യമാണിത്. ഇതിനൊപ്പം പ്രൊഫൈൽ ഗ്രിഡുകളിൽ മാറ്റവും ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നു. US-ൽ ടിക്ടോക്ക് നിരോധനം വരുന്നതിന് തൊട്ടുമുമ്പാണ് ഇൻസ്റ്റാഗ്രാം മേധാവി ആദം മൊസേരി ഈ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ മാനിച്ചാണ് റീൽസ് വീഡിയോകളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതെന്ന് മൊസേരി പറഞ്ഞു. എന്നാൽ ടിക്ടോക്കിൽ 60 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാർസൽ തട്ടിപ്പിനും ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിക്കും പിന്നാലെ പുതിയ സൈബർ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി പോലീസ്. ബാങ്ക് അധികൃതരെന്ന വ്യാജേന ഉപയോക്താക്കളെ സമീപിച്ച് സൗജന്യ മൊബൈൽ ഫോൺ നൽകി പണം തട്ടുന്നതാണ് സംഘത്തിന്റെ രീതി. മൊബൈൽ ഫോണോ ടാബ്ലറ്റോ സമ്മാനമായി നൽകി ബാങ്ക് വിശദാംശങ്ങൾ ചോർത്തിയെടുത്ത് തട്ടിപ്പ് നടത്തുന്ന രീതി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ IT ജീവനക്കാരന് 2.8 കോടി രൂപ നഷ്ടപ്പെട്ടതായി ബാംഗ്ലൂരു വൈറ്റ്ഫീൽഡ് CN പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചു. സ്വകാര്യ ബാങ്ക് പ്രതിനിധി എന്ന വ്യാജേനയെത്തിയ ആൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് മൊബൈൽ ഫോൺ സമ്മാനമായി നൽകി പണം തട്ടുകയായിരുന്നുവെന്ന് വൈറ്റ്ഫീൽഡ് CN ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ശിവകുമാർ ഗുണാരെ പറഞ്ഞു. ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെന്നും ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളതിനാൽ മൊബൈൽ ഫോൺ സമ്മാനമുണ്ടെന്നും പറഞ്ഞായിരുന്നു മൊബൈൽ ഫോൺ കൈമാറിയത്. ക്ലോണിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോണിൽ സിം കാർഡ് ഇട്ടതോടെ ബാങ്കിൽ നിന്നുള്ള സന്ദേശങ്ങളും ഇമെയിലുകളും ഡിവൈസിൽ ബ്ലോക്കായി. തട്ടിപ്പ് നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ട വിവരം പരാതിക്കാരൻ അറിയുന്നത്. ഫോൺ ക്ലോൺ ചെയ്തതിനാൽ ബാങ്ക് അയച്ച OTPകൾ തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് റീഡയറക്ട് ചെയ്തായിരുന്നു തട്ടിപ്പ്. ബാങ്ക് അന്വേഷിച്ചപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി അറിയുന്നത്. സംഭവത്തിൽ IT ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തുവെന്നും അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വരിക്കാർക്ക് ഓൺലൈൻ മുഖേന വ്യക്തിഗത വിവരങ്ങൾ സ്വയം തിരുത്താൻ അവസരമൊരുക്കി EPFO. തെറ്റ് തിരുത്തലിന് തൊഴിലുടമ വഴി EPFOയിൽ അപേക്ഷിക്കണമെന്ന നിബന്ധനയാണ് ഇതോടെ ഒഴിവാക്കിയത്. അംഗങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. EPFO വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അംഗങ്ങൾക്ക് പേര്, വിലാസങ്ങൾ, ബാങ്ക് വിശദാംശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ഇനി മുതൽ സ്വയം തിരുത്താൻ കഴിയും. ആധാർ വെരിഫൈഡ് അക്കൗണ്ട് ഉടമകളുടെ അത്തരം മാറ്റങ്ങൾക്ക് ഇനി സ്ഥാപനത്തിന്റെ അനുമതി ആവശ്യമില്ലെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. നേരത്തെ രജിസ്ട്രേഷൻ പ്രക്രിയയിലോ അതിനുശേഷമോ പേര്, വൈവാഹിക നില, സേവന വിശദാംശങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിലെ സാധാരണ പിശകുകൾ പരിഹരിക്കുന്നതിന് ഒരു ജീവനക്കാരൻ അനുബന്ധ രേഖകൾ ഉപയോഗിച്ച് ഓൺലൈനായി അഭ്യർത്ഥന നടത്തേണ്ടതുണ്ട്. അപേക്ഷ തൊഴിലുടമ പരിശോധിച്ചുറപ്പിക്കുകയും തുടർന്ന് അംഗീകാരത്തിനായി EPFOയ്ക്ക് അയക്കുകയുമായിരുന്നു പതിവ്. സങ്കീർണമായ ഈ നടപടിക്രമമാണ് EPFO ലളിതമാക്കിയത്. 2017 ഒക്ടോബർ 1 മുൻപ് UAN നൽകിയിട്ടുള്ളവർക്ക് EPFOയുടെ അനുമതിയില്ലാതെ തൊഴിലുടമയ്ക്ക് തിരുത്തലുകൾ വരുത്താവുന്നതാണ്. അത്തരം കേസുകൾക്ക് അനുബന്ധ രേഖയുടെ ആവശ്യകതയും ലളിതമാക്കിയിട്ടുണ്ടെന്നും മാണ്ഡവ്യ പറഞ്ഞു. EPF അക്കൗണ്ട് ഉടമകൾക്ക് തൊഴിലുടമ മാറുമ്പോൾ അക്കൗണ്ട് പുതിയ കമ്പനിയിലേക്ക് മാറ്റാൻ നേരിട്ട് അപേക്ഷിക്കാമെന്നും ഇതിന് പഴയ തൊഴിലുടമയുടെ അനുമതി ആവശ്യമില്ലെന്നതടക്കമുള്ള മാറ്റങ്ങൾ വരുത്തിയതായും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ സാംസങ്ങിന്റെ ഗാലക്സി S25 സീരീസിൽ 3 മോഡലുകൾ വിപണിയിലേക്ക്. ഗാലക്സി S25, S25 പ്ലസ്, S25 അൾട്രാ ഫോണുകൾ ഈ മാസം 22-ന് വിപണിയിലെത്തുമെന്ന് കമ്പനി അറിയിച്ചു. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ചിപ്സെറ്റാണ് 3 ഫോണുകളുടെയും പ്രധാന കരുത്ത്. കൂടുതൽ തെളിച്ചത്തിന് പ്രാധാന്യം നൽകി പുതിയ ഡിസ്പ്ലേയുമായാകും S25 വിപണിയിലെത്തുക. ആപ്പിൾ ഐഫോണിന് സമാനമായി ഫ്ലാറ്റ് ഫ്രെയിം രൂപകൽപ്പനയോടെയാകും ഫോൺ എത്താൻ സാധ്യതയെന്ന വിപണി വിദഗ്ധർ പറയുന്നു. ബേസ് മോഡലായ ഗാലക്സി S25-ൽ 12 GB റാം ഉൾപ്പെടുത്തിയത് AI ഫീച്ചറുകൾ മികവോടെ പ്രവർത്തിക്കാൻ സഹായകമാകും. പരന്ന ഫ്രെയിമും വൃത്താകൃതിയിലുള്ള അരികുകളോടെയുമുള്ള ഒരു പുതിയ ഡിസൈനിലായിരിക്കും ഗാലക്സി S25 അൾട്ര പുറത്തിറങ്ങുക. ക്യാമറ സിസ്റ്റത്തിൽ അപ്ഗ്രേഡ് ലഭിക്കാൻ സാധ്യതയുണ്ട്. 200 മെഗാപിക്സൽ പ്രധാന ക്യാമറ, 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസ്, 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസ്, 10 മെഗാപിക്സൽ 3 ഒപ്റ്റിക്കൽ സൂം സെൻസർ എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ക്യാമറ സജ്ജീകരണമായിരിക്കാം ഫോണിന്റെ മറ്റൊരു പ്രത്യേകത. 45 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ്ങും QI2 മാഗ്നറ്റിക് വയർലെസ് ചാർജിങ്ങുമുള്ള 5000 mAh ബാറ്ററിയാകും ഫോണിനുണ്ടാവുക. ഇതിൽ നിന്നും ചെറിയ ഡിസൈൻ അപ്ഡേറ്റുകളാകും ഗാലക്സി S25 പ്ലസ് മോഡലുകളിൽ ഉണ്ടാവുക. തിളക്കമുള്ള ഡിസ്പ്ലേകൾ ഈ മോഡലുകളുടെ പ്രത്യേകതയായിരിക്കും. ബേസ് മോഡലായ ഗാലക്സി S25-ന് റാമിന്റെയും സ്റ്റോറേജ് കപ്പാസിറ്റിയുടെയും വ്യത്യാസമനുസരിച്ച് 84,999 രൂപ മുതൽ 94,999 രൂപ വരെയും, ഗാലക്സി S25 പ്ലസിന് 1,04,999 രൂപ മുതൽ 1,14,999 രൂപ വരെയും വില പ്രതീക്ഷിക്കാം. പ്രീമിയം മോഡലായ S25 അൾട്രയ്ക്ക് 1,34,999 മുതൽ 1,64,999 രൂപ വരെയാണ് വില പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.